എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡൊമൈൻ നെയിംസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു വെബ്സൈറ്റ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡൊമൈൻ നെയിംസിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു നല്ല ഡൊമൈൻ നെയിം ചൂസ് ചെയ്യാം എന്നാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഡൊമൈൻ നെയിംസിനെ പറ്റിയുള്ള കുറച്ച് ബേസിക്സ്, അതായത് ഒരു ഡൊമൈൻ നെയിമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് എങ്ങനെ ഒരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യാം എന്നതിനെ പറ്റിയും സംസാരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഡൊമൈൻ നെയിമിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ബോർഡിൽ കാണുന്ന പോലെ ഇതാണ് പ്രോപ്പർ ഒരു ഡൊമൈൻ നെയിമിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു എക്സാമ്പിളായിട്ട് നമുക്കൊരു ഡൊമൈൻ നെയിം കൊടുത്താണ്. അതായത് www.abc.com എന്നുള്ള ഒരു ഡൊമൈൻ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊരു 3 കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ www എന്ന് പറയുന്നതിന് പ്രീഫിക്സ് എന്നാണ് നമ്മൾ നോർമലി വിളിക്കുക. പിന്നെ അതുപോലെ ഈ abc.com എന്നുണ്ടല്ലോ, അതിനാണ് ആക്ച്വലി നമ്മൾ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ facebook.com, google.com അല്ലെങ്കിൽ apple.com അങ്ങനെയൊക്കെ പറയുന്ന പോലെ അതാണ് ആ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ .com ആണ്. .com ഉണ്ട്, .net ഉണ്ട്, .org ഉണ്ട്, അങ്ങനെ പല എക്സ്റ്റൻഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തിന് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ TLD എന്നാണ് പറയുക. TLD എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയും. അത് TLD അല്ലെങ്കിൽ എക്സ്റ്റൻഷൻസ് എന്നൊക്കെ മാറി യൂസ് ചെയ്യും. അപ്പം നോർമലായിട്ട് പല ടൈപ്പ് TLDs ഉണ്ട്. കൺട്രി സ്പെസിഫിക് TLDs ഉണ്ട്. അങ്ങനെ കൺട്രി സ്പെസിഫിക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ .in അല്ലെങ്കിൽ .uk അങ്ങനെയുള്ള കൺട്രി സ്പെസിഫിക് എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ കൺട്രി സ്പെസിഫിക് TLDs ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഒരു ബേസിക് ഡൊമൈൻ നെയിമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഒരു ഡൊമൈൻ നെയിം എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്തൊക്കെ ടൈപ്പ് എക്സ്റ്റൻഷൻസ് ചൂസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ബ്രാൻഡബിൾ ആയിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യുക. ഒരു ബ്രാൻഡബിൾ ആയിട്ടുള്ള ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമുക്കതൊരു ബ്രാൻഡായിട്ട് ഗ്രോ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഒരു ബ്രാൻഡ് നെയിമിനെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബ്രാൻഡ് നെയിം ആയിരിക്കണം. അതായത് ബ്രാൻഡബിൾ നെയിം ആയിരിക്കണം ഡൊമൈൻ നെയിം ചൂസ് ചെയ്യുമ്പോഴും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ബ്രാൻഡിങ് പോയിന്റ് ഓഫ് വ്യൂ അത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. എപ്പോഴും ജനറിക് ആയിട്ടുള്ള ടേംസ് ഒഴിവാക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഷോപ്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൈജി എന്നൊക്കെയുള്ള ബ്രാൻഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ myg.com എന്നുള്ള അങ്ങനെ ഒരു ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ സംതിങ് ലൈക്ക് അതുപോലെ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുപോലെയുള്ള പല ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും യുണീക്ക് ആയിട്ടുള്ള ഡൊമൈൻ നെയിമാണ് ചൂസ് ചെയ്യുക. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മൈജി എന്ന് പറയുമ്പോൾ ഒരു മൊബൈൽ ഷോപ്പാണ്, അല്ലെങ്കിൽ myg.com എന്ന് പറയുമ്പോൾ സംതിങ് ലൈക്ക് റിലേറ്റഡ് ടു മൊബൈൽ ടെക്നോളജി അങ്ങനത്തെയൊക്കെയാണ്. അതേസമയം ഞാനിപ്പോൾ ഒരു പുതിയ മൊബൈൽ ഫോൺ ഷോപ്പ് തുടങ്ങുകയാണ്, അതിൻ്റെ പേര് bestphone.repair.com എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ബ്രാൻഡബിൾ അല്ല. അപ്പോൾ നമ്മൾ ഡൊമൈൻ നെയിം ചൂസ് ചെയ്യുമ്പോൾ ചിലർ ഒരു കീവേഡ്സിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഫോൺ റിപ്പയർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ബെസ്റ്റ് ഫോൺ റിപ്പയർ അല്ലെങ്കിൽ ഫോൺ റിപ്പയർ ഇൻ കൊച്ചി.com അങ്ങനെയുള്ളതൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഡൊമൈൻ നെയിംസ്, അങ്ങനെയുള്ള ജനറിക് ഡൊമൈൻ നെയിംസ് ഒക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. അത് ആക്ച്വലി പണ്ടൊക്കെ എക്സാക്ട് ഡൊമൈൻ നെയിമിനൊക്കെ കുറച്ച് SEO റിലേറ്റഡ് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല കാര്യമായിട്ട്. സോ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ജനറിക് ആയിട്ടുള്ള ഡൊമൈൻ നെയിംസ് അവോയ്ഡ് ചെയ്യുക. അതിന് പകരം ബ്രാൻഡബിൾ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഡൊമൈൻ നെയിംസ് എപ്പോഴും ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. നമ്മൾ സെക്കൻഡ് പോയിന്റ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യുമ്പം അതിൻ്റെ TLD അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കഴിയുന്നതും .com ചൂസ് ചെയ്യാൻ നോക്കുക. .com ആണ് എപ്പോഴും നമുക്ക് ഒരു ബ്രാൻഡബിൾ ആയിട്ടും അല്ലെങ്കിൽ SEO പെർസ്പെക്റ്റീവിലും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പെർസ്പെക്റ്റീവിലും ഗൂഗിളിൽ റാങ്ക് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഡൊമൈൻ എന്ന് പറഞ്ഞാൽ .com ആണ്. അത് വേൾഡ് വൈഡുള്ള ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഡൊമൈൻ നെയിമാണ്. ഏതെങ്കിലും കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡൊമൈനാണ്. അപ്പം ഡൊമൈൻ നെയിമാണ്. അപ്പം .com എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ .com TLD ഉള്ള ഒരു ഡൊമൈൻ നെയിം എപ്പോഴും ചൂസ് ചെയ്യാൻ നോക്കുക. അതല്ല ഇപ്പം നിങ്ങളുടെ ബിസിനസ് ഒരു പർട്ടിക്കുലർ കൺട്രിയിൽ മാത്രം സ്പെസിഫൈഡ് ആയിട്ടാണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഫുള്ള് ആ ഒരു കൺട്രിയിൽ നിന്ന്, ഇപ്പോൾ ഇന്ത്യയിലാണ് ബിസിനസ്, ഇന്ത്യയിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉള്ളൂ, ഇന്ത്യക്ക് വെളിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് കസ്റ്റമേഴ്സിനെ കിട്ടാനോ ഒരു പോസിബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് .in അങ്ങനെയുള്ള കൺട്രി സ്പെസിഫിക് ഡൊമൈൻ ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പം UK യിലാണെന്നുണ്ടെങ്കിൽ UK മാത്രമേ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉള്ളൂന്നുണ്ടെങ്കിൽ .com എടുക്കേണ്ട ആവശ്യമില്ല. മേ ബി .uk എടുക്കാം കൺട്രി സ്പെസിഫിക് ആണെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് ഭാവിയിൽ ഇപ്പം ഔട്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഔട്ട് ഓഫ് UK നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ .com ആയിരിക്കും എപ്പോഴും നല്ലത്. അത് വേൾഡ് വൈഡ് പ്രസൻസിന് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇൻ കേസ് .com കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺട്രി സ്പെസിഫിക് .in പറ്റില്ല, നിങ്ങൾക്ക് .com തന്നെ വേണം. പക്ഷേ നിങ്ങൾക്ക് .com കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ള സം അതർ കുറച്ചും കൂടെ ഒരു പറ്റുന്നൊരു ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ .net .org ഒക്കെ ഓക്കെയാണ്. പക്ഷേ സ്റ്റിൽ എപ്പോഴും നമ്മൾ .com കിട്ടുന്നുണ്ടോ നോക്കുക. .com ആണ് ഏറ്റവും
നല്ല എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല TLD എന്ന് പറയാം. അപ്പം ഏറ്റവും കഴിയുന്നതും .com എടുക്കാൻ നോക്കുക. പിന്നെ നിങ്ങളെ ബിസിനസ്സിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കൺട്രിയിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ .in അല്ലെങ്കിൽ നിങ്ങൾ ഏത് കൺട്രിയിലാണോ ആ കൺട്രിയുടെ കൺട്രി സ്പെസിഫിക് TLD അല്ലെങ്കിൽ കൺട്രി സ്പെസിഫിക് എക്സ്റ്റൻഷൻ ഉള്ള ഡൊമൈൻ നെയിം നിങ്ങൾക്ക് എടുക്കാം. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം. കഴിയുന്നതും .com തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത് സംസാരിക്കാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യുമ്പം അത് ഈസി ടു പ്രൊനൗൺസ് ആയിരിക്കണം, അത് പ്രൊനൗൺസ് ചെയ്യാൻ ഈസി ആയിരിക്കണം. പിന്നെ നമ്മൾ ഹൈഫനൊക്കെ അവോയ്ഡ് ചെയ്യുക. ചില ആൾക്കാർ കാണും ഡൊമൈൻ നെയിമിൻ്റെ ഇടയ്ക്ക് ഹൈഫനൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇപ്പം americanrestaurant.com, അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, americanrestaurant.com. ചില ആൾക്കാർ ഇപ്പോൾ ഡൊമൈനിൽ പറയുകയാണെങ്കിൽ american-restaurant.com അങ്ങനെയുള്ളൊരു ഡൊമൈൻ നെയിം എടുത്തേക്കാം. പക്ഷേ ഹൈഫൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുക. അത് ഒരു തരത്തിൽ നിങ്ങൾക്ക് SEOയിലൊന്നും അത്ര ഹെൽപ്ഫുൾ ആയിരിക്കില്ല. അപ്പം അങ്ങനെ ഹൈഫനുള്ള ഡൊമൈനൊക്കെ അവോയ്ഡ് ചെയ്യുക. ആൾക്കാർക്ക് ടൈപ്പ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും, മെമ്മറൈസ് ചെയ്യാനും ഒക്കെ കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഹൈഫനുള്ള ഡൊമൈൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ അത് എപ്പോഴും ഈസി ടു പ്രൊനൗൺസ് ആയിരിക്കണം. അതായത് നമുക്ക് വളരെ വളരെ ഈസി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാനും ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാനും, ഇപ്പം നമുക്ക് ചിലപ്പം എപ്പോഴും എഴുതി കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പം മെസ്സേജ് അയച്ചു കൊടുക്കാനോ ഒന്നും പറ്റുന്നു വരില്ല. ഒരാളോട് പറയുമ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ ഡൊമൈൻ നെയിം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ആപ്പിളിൻ്റെ കേസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. apple.com ആണെന്നുണ്ടെങ്കിൽ ഓക്കെ apple.com, അതിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങളൊരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഈസി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യാം. പിന്നെ അതിനുശേഷം നമ്മൾ എപ്പോഴും ഷോർട്ട് ആയിരിക്കണം, ഒരു ഈസി ടു മെമ്മറൈസ് ആയിരിക്കണം. അപ്പോൾ ഷോർട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5 ക്യാരക്ടേഴ്സ്, ഒരു 5 to 6 ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പോൾ 5 ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിൽ 5 to 6 ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഡൊമൈൻ നെയിം ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം നമുക്ക് ഷോർട്ടാണ്, അതിൻ്റെ കൂടെ തന്നെ അത് ഈസി ടു മെമ്മറൈസ് ആയിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ഓർമ്മയിൽ നിൽക്കും, അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും പെട്ടെന്ന് അത് ടൈപ്പ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ എപ്പോഴും ഷോർട്ടും ഈസി ടു മെമ്മറൈസും ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡൊമൈൻ നെയിംസ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡൊമൈൻ നെയിംസ് ചൂസ് ചെയ്യുക. ഡൊമൈൻ നെയിം എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡൊമൈൻ നെയിം നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഇനി പറയാൻ പോകുന്ന പോയിന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ നമ്മൾ കുറച്ച് കാലം മുമ്പ് ഇപ്പോൾ SEO ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്, ഗൂഗിൾ അൽഗോരിതംസ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പം നമുക്ക് ഗൂഗിളൊക്കെ റാങ്ക് ചെയ്യാനായിട്ട് കുറച്ച് ആക്ച്വൽ വർക്കൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളൊരു SEOയുടെ ഒരു ഗൂഗിളിൻ്റെ കുറച്ച് ഏർലി സ്റ്റേജസിലൊക്കെ ആൾക്കാർ എങ്ങനെയാണ് ഒരു സൈറ്റ് റാങ്ക് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒരു ഡൊമൈൻ, നമുക്കൊരു കീവേഡിനെ റാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കീവേഡ് എക്സാക്റ്റ് ആ കീവേഡ് ആയിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ bestcarwashinkochi.com അങ്ങനെ ഒരു ഡൊമൈൻ ആരും എടുക്കില്ല. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പോൾ കാണിച്ചതേ ഉള്ളൂ. ഇപ്പം ആൾക്കാർക്ക് ഇപ്പോൾ പ്രോബബ്ലി നിങ്ങളൊരു കൊച്ചിയിൽ ഒരു കാർ വാഷ് നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിപ്പം ബെസ്റ്റ് കാർ വാഷ് ഇൻ കൊച്ചി എന്ന് ആരെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്കത് റാങ്ക് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അവർക്കത് റാങ്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ഒരു കാർ വാഷ് നടത്തുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആരെങ്കിലും ബെസ്റ്റ് കാർ വാഷ് ഇൻ കൊച്ചി എന്ന് അടിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യണം. അപ്പം അത് എല്ലാവരും അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ആൾക്കാരിങ്ങനെ എക്സാക്ട് മാച്ച് ഡൊമൈൻ ചൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതൊരു എക്സാക്ട് മാച്ച് ഡൊമൈൻ്റെ എക്സാമ്പിളാണ്. അതായത് നമുക്ക് എന്ത് കീവേഡാണോ മെയിനായിട്ട് റാങ്ക് ചെയ്യേണ്ടത് ആ കീവേഡ് തന്നെ എക്സാക്റ്റ് ആ ഡൊമൈനായിട്ട് നമ്മൾ എടുക്കും. ഇങ്ങനെയൊക്കെ ആക്ച്വലി റാങ്ക് ചെയ്തിരുന്നു കുറേ കാലം മുമ്പ് വരെ. ഗൂഗിൾ ഇങ്ങനെയുള്ള എക്സാക്ട് മാച്ച് ഡൊമൈനൊക്കെ വെച്ചിട്ട് ആൾക്കാർ റാങ്ക് ചെയ്യുകയും അവർ വെബ്സൈറ്റിലോട്ട് ഒത്തിരി ട്രാഫിക് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രാൻഡബിൾ അല്ല. അഗെയിൻ ഇത് ബ്രാൻഡബിൾ ഡൊമൈൻ അല്ല. പിന്നെ വേറൊരു ഡൗൺ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിളിൽ ഇതൊക്കെ മനസ്സിലായി. നമ്മളിപ്പോൾ ഒരു എക്സാക്ട് മാച്ച് ഡൊമൈൻ മേടിച്ചിട്ട് വെറുതെ ആ എക്സാക്ട് കീവേഡിലുള്ള നമുക്ക് ഏത് കീവേഡിലാണോ റാങ്ക് ചെയ്യേണ്ടത് ആ എക്സാക്ട് കീവേഡ് വെച്ചിട്ടുള്ള ഒരു ഡൊമൈൻ മേടിച്ചിട്ട് ഇങ്ങനെ ഒരു സൈറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റാങ്ക് ആവാൻ പോകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ എക്സാക്ട് മാച്ച് ഡൊമൈനെ അത്ര ഫേവർ ചെയ്യുന്നില്ല ഇപ്പം. പക്ഷേ സ്റ്റിൽ കുറച്ച് അപ് ടു സം എക്സ്റ്റെൻറ്റ് നമ്മൾ ഇപ്പം നമ്മുടെ കീവേഡ് നമ്മുടെ ഡൊമൈനിൽ ഉള്ളത് ടു സം എക്സ്റ്റെൻറ്റ് അത് ഹെൽപ്ഫുൾ ആണ് റാങ്ക് ചെയ്യാനായിട്ട്. ഒരു SEO പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതിനൊരു വലിയ ഇമ്പാക്റ്റ് പണ്ടുണ്ടായിരുന്ന പോലെ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഒന്നുമില്ല. പക്ഷേ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ tomscarwash.com. അപ്പോൾ അത് ബ്രാൻഡബിൾ ഡൊമൈൻ നെയിമാണ്. tomscarwash.com എന്ന് പറയുമ്പോൾ അതൊരു ബ്രാൻഡബിൾ ഡൊമൈൻ നെയിമാണ്. അപ്പോൾ ഇതിൽ കാർ വാഷ് എന്നുള്ള കീവേഡ് വരുന്നുണ്ട്, പക്ഷേ അത് ബ്രാൻഡബിളുമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഞാൻ എഴുതിയത് കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് സൈസ് കുറഞ്ഞു പോയിന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കത് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ വായിക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഞാൻ നെക്സ്റ്റ് എഴുതുമ്പോൾ കുറച്ചും കൂടെ സൈസ് കൂട്ടിയിട്ട് എഴുതാം. ഓക്കെ, സോ അടുത്ത പോയിന്റിലേക്ക് പോകാം.
ഇപ്പോൾ നമ്മൾ ഡൊമൈൻ നെയിമിനെ പറ്റി സംസാരിച്ചു, എങ്ങനെ ചൂസ് ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പം ചിലർക്ക് ഒരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഡൊമൈൻ നെയിം ആക്ച്വൽ ഡൊമൈൻ നെയിമിലേക്ക് എത്തുന്നതിന് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഓക്കെ, ഇത് ചൂസ് ചെയ്യണോ അത് ചൂസ് ചെയ്യണോ അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ മേ ബി ഞാൻ എന്ത് ചൂസ് ചെയ്യും, എക്സാക്ട് കമ്പനിയുടെ പേര് തന്നെ ഡൊമൈൻ കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാനിത് അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഡൊമൈൻ നെയിം ജനറേറ്റർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഡൊമൈൻ നെയിം ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല സൈറ്റ്സ് ഉണ്ട് ഡൊമൈൻ നെയിം ജനറേറ്റർ. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻപുട്സ് കൊടുക്കുകയാണ്. നിങ്ങളുടെ പ്രോബ്ലി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടേം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ടേംസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറേ ഡൊമൈൻ നെയിംസ് ജനറേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, ഡൊമൈൻ നെയിം ജനറേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ കുറേ സൈറ്റ്സ് വരും, ഇതിലും പല ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സൈറ്റ് എടുത്തിട്ട് അതിൽ ജസ്റ്റ് നിങ്ങളുടെ കീവേഡ്സ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രിയുടെ പേര്, നിങ്ങൾക്ക് എന്തൊക്കെ നെയിംസ് ആണോ ഡൊമൈനിൽ വരേണ്ട അങ്ങനെയുള്ള കുറച്ച് ടേംസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ഡൊമൈൻ നെയിംസ് നിങ്ങൾക്ക് കാണിക്കും. അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും നല്ലത് ഇങ്ങനെയുള്ള ടൂൾസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ ക്രിയേറ്റീവായിട്ട് കുറച്ച് ആലോചിച്ചിട്ട് ഒരു നല്ല ഡൊമൈൻ നെയിം, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള ഒരു നല്ല ഡൊമൈൻ നെയിം സ്വന്തമായിട്ട് കണ്ടെത്തുന്നതാണ് നല്ലത്. അത് തന്നെയാണ് നമുക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ഭാവിയിൽ ഒരു ബ്രാൻഡായിട്ട് ഗ്രോ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തന്നെ പറയാം, ഓക്കെ ഞാനിത് ഇതിലേക്ക് ഇങ്ങനെ എത്തിയതാണ്, ഞാൻ തന്നെ ചൂസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പം എന്താ പറയുക, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും. ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഡൊമൈൻ നെയിം കണ്ടെത്താനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡൊമൈൻ നെയിം ജനറേറ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ ഒരു ഡൊമൈൻ നെയിം എങ്ങനെ പർച്ചേസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഒരു ഡൊമൈൻ നെയിം എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ കണ്ടു ഇങ്ങനെ ചൂസ് ചെയ്താൽ ഇങ്ങനെ നമുക്കൊരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യാം, ഇങ്ങനെ ഒരു ഡൊമൈൻ നെയിമിലേക്ക് അറൈവ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ എക്സാക്ട്ലി എങ്ങനെ ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ഈ ഡൊമൈൻ നെയിം ഓഫർ ചെയ്യുന്ന പല കമ്പനികളുണ്ട്, പല വെബ്സൈറ്റ്സ് ഉണ്ട്. അവരെ നമ്മൾ ഡൊമൈൻ നെയിം രജിസ്ട്രാർസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊരു ഡൊമൈൻ നെയിം രജിസ്ട്രാറിൽ പോവുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന namecheap.com എന്ന് പറഞ്ഞൊരു ഡൊമൈൻ നെയിം രജിസ്ട്രാറാണ്. നെയിംചീപ്പ് ആക്ച്വലി ഓരോ ഡൊമൈൻ നെയിം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രൈസ് ഓഫർ ചെയ്യുന്ന ഒരു ഡൊമൈൻ നെയിം രജിസ്ട്രാറാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു റിന്യൂവൽ ഫീസ് ഒക്കെ അത്ര കൂടുതലൊന്നും അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫസ്റ്റ് ഇയറിലേക്ക് ഓരോ ഇയറിലേക്കാണ് നമ്മൾ ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ കൊല്ലം മേടിച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി നോർമലി എല്ലാ ഡൊമൈൻ നെയിം രജിസ്ട്രാർസിലും നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ പ്രൈസ് കുറവായിരിക്കും. പക്ഷേ നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ നോർമലി അത് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ഇവരുടെ ഒരു നെക്സ്റ്റ് ഇയറിൽ കൂടും, പക്ഷേ സ്റ്റിൽ വലിയൊരു ഇൻക്രീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിതിന് മുമ്പ് godaddy.com ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പം godaddy നെക്സ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ റിന്യൂവൽ വരുമ്പം പ്രൈസ് കുറച്ച് നല്ലോണം കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ചില ഡൊമൈൻ നെയിംസിനൊക്കെ വളരെയധികം പ്രൈസ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ namecheap.com കുറച്ചും കൂടെ ബെറ്റർ ആണ്. നെക്സ്റ്റ് ഇയർ റിന്യൂവൽ പ്രൈസ് ഒന്നും അത്ര കൂടുതലില്ല. പിന്നെ ഇവരുടെ സപ്പോർട്ടും ഏകദേശം നല്ലൊരു സപ്പോർട്ടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി ഇതിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ namecheap.com-ലുള്ള ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതല്ലാതെ ഇഷ്ടം പോലെ പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഈ godaddyയും namecheap അല്ലാതെ ഇഷ്ടം പോലെ ഡൊമൈൻ നെയിംസ് ഓഫർ ചെയ്യുന്ന ഡൊമൈൻ നെയിം രജിസ്ട്രാർസ് ആയിട്ടുള്ള ഇഷ്ടം പോലെ വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു നല്ല ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് നിങ്ങളിപ്പോൾ ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുമ്പോൾ നോർമലി ഫസ്റ്റ് ഇയറിലേക്ക് ഒരു വർഷത്തേക്ക് മാത്രം മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി കിട്ടുന്നത് റെഗുലർ പ്രൈസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു 2 ഇയേഴ്സിനോ 3 ഇയേഴ്സിനോ ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 2 ഇയേഴ്സിനോ 3 ഇയേഴ്സിനോ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രൈസ് ഡിസ്കൗണ്ട് അവർ തരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഏത് പ്രൊവൈഡറിൽ നിന്നാണ് മേടിക്കുന്നത് അതിനനുസരിച്ചിട്ട് അവരിൽ സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അതിന് കൂടെ തന്നെ നല്ലൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഡൊമൈൻ നെയിം മേടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഡൊമൈൻ നെയിം പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ചില പ്രൊവൈഡേഴ്സ് നിങ്ങൾ ഡൊമൈൻ നെയിം മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഡൊമൈൻ നെയിം പ്രൈവസി ഫ്രീ ആയിട്ട് തരാറുണ്ട്. ചില പ്രൊവൈഡേഴ്സിൻ്റെ അടുത്തുനിന്ന് ചില ഡൊമൈൻ നെയിം രജിസ്ട്രാർസിന് അടുത്ത് അത് നിങ്ങൾക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അതായത് ഡൊമൈൻ നെയിം പ്രൈവസി ഓപ്ഷൻ കിട്ടാനായിട്ട് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡൊമൈൻ നെയിം പ്രൈവസി ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡൊമൈൻ നെയിം ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണ് ആ ഡൊമൈൻ നെയിം ഓൺ ചെയ്യുന്നതെന്ന് അവർക്ക് ഒരു ഡീറ്റെയിൽസും കിട്ടില്ല. അതല്ല, ഇപ്പോൾ ഡൊമൈൻ നെയിം പ്രൈവസി ഇല്ലാത്തൊരു ഡൊമൈൻ നെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാരാണ് ഡൊമൈൻ നെയിം ഓൺ ചെയ്യുന്നത്, അയാളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഫോൺ നമ്പറിൽ അറ്റ്ലീസ്റ്റ് ഇമെയിൽ ഐ ഡിയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിക്കലി വിസിബിൾ ആയിരിക്കും ഈ ഡൊമൈൻ നെയിം പ്രൈവസി ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പം എപ്പോഴും നിങ്ങൾ ഡൊമൈൻ നെയിം മേടിക്കുമ്പോൾ ഈ ഡൊമൈൻ നെയിം പ്രൈവസി മേടിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും ഡൊമൈൻ ഓണർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. അതെപ്പോഴും ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സംഭവമാണ്.
അപ്പം അത് ഡൊമൈൻ നെയിം പ്രൈവസിയും കൂടെ നിങ്ങൾ ഡൊമൈൻ മേടിക്കുമ്പോൾ അവൈലബിൾ ആണോ എന്ന് നോക്കുക. ചില പ്രൊവൈഡേഴ്സ് അത് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, ചിലയിടത്ത് പേ ചെയ്യേണ്ടി വരും. അത് നോക്കിയിട്ട് നിങ്ങൾ ഏത് പ്രൊവൈഡേഴ്സിൻ്റെ അടുത്താണോ പർച്ചേസ് ചെയ്യുന്നത് അവരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങളൊരു പുതിയ ബിസിനസ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യുമ്പം ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ലൊരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ നിങ്ങൾ ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിന് ഡൊമൈൻ നെയിം വിത്ത് ഡൊമൈൻ നെയിം പ്രൈവസി മേടിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.